നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല ആത്മവിശ്വാസം, അല്ലേ? ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഹോ, എന്ത് കോൺഫിഡൻസ് ആണ്, എനിക്കും ഇങ്ങനെയാകാൻ പറ്റിയിരുന്നെങ്കിൽന്ന്. എന്നാൽ സംഭവം എന്താന്ന് വെച്ചാൽ, ഈ ആത്മവിശ്വാസം എന്നത് നമുക്ക് തിരഞ്ഞെടുത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്, ഒരു കഴിവാണ്. അതെങ്ങനെയാണെന്നല്ലേ നമുക്കൊന്ന് നോക്കാം. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ചിലർക്ക് മാത്രം എന്താ ജന്മന ഇത്ര കോൺഫിഡൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ ഒരു കൂസലുമില്ലാതെ സംസാരിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും കാണുമ്പോൾ നമ്മളും അത്ഭുതപ്പെടാറുണ്ട്, ശരിയല്ലേ? പക്ഷേ സത്യമതല്ല. ആത്മവിശ്വാസം ജന്മനാ കിട്ടുന്നതാണെന്നുള്ളത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. അത് കുറച്ചുപേർക്ക് മാത്രം കിട്ടുന്ന ഒരു സൂപ്പർ പവർ ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാല് ആത്മവിശ്വാസം നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വഭാവമല്ല, മറിച്ച് സ്ഥിരമായി ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു സ്കില്ലാണ്. ഓരോ തവണയും ഒരു കാര്യം ചെയ്യാൻ നമ്മളൊരു തീരുമാനമെടുക്കുകയും അത് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം തനിയെ വളർന്നു വരും. അപ്പോ ഈ ആത്മവിശ്വാസം ജന്മനാ കിട്ടുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അറിയാതെ തന്നെ സാധാരണയായി 5 കെണികളിൽ ചെന്നു വീഴും. നമ്മുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന ആ കെണികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ കെണി നമുക്കെല്ലാവർക്കും നല്ല പരിചയമുണ്ടാകും: പ്രവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അതായത്, കുറച്ചുകൂടെ കോൺഫിഡൻസ് വരട്ടെ എന്നിട്ട് മീറ്റിംഗിൽ സംസാരിക്കാം എന്ന് കരുതുന്നത് പോലെ. രണ്ടാമത്തത് പെർഫെക്ഷനു വേണ്ടി ഓടുന്നത്. ഒരു പ്രസന്റേഷന്റെ എല്ലാ ഡീറ്റെയിലും 100% ഓക്കെ ആവുന്നതുവരെ അത് മാറ്റിവെക്കുന്നത്. ഓർത്തു നോക്കിക്കേ. ഇനി മൂന്നാമത്തെ കെണി, ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ്. എപ്പോഴും മറ്റുള്ളവരുമായി നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി അവരുടെ ജീവിതം പണ്ട് നമ്മൾ ചെറുതായി പോയെന്ന് തോന്നുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നാലാമത്തത്, റിസൾട്ടിന് മാത്രം പ്രാധാന്യം കൊടുക്കുക. ഒരൊറ്റ തവണ തോറ്റുപോയാൽ അത് ട്രൈ ചെയ്യാൻ കാണിച്ച ധൈര്യം പോലും മറന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നത്. അവസാനമായി അഞ്ചാമത്തത്, എന്നും പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നത്. ഓരോ മോട്ടിവേഷണൽ വീഡിയോ കണ്ടാൽ അന്നത്തേക്കൊരു ആവേശമുണ്ടാകും, പക്ഷേ അതൊരു ശീലമാക്കിയില്ലെങ്കിലോ ഒരു കാര്യവുമില്ല. ശരി, അപ്പോൾ ഈ കെണികളെയൊക്കെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? അതിന് വഴികളുണ്ട്. നമുക്കതിനെ ഒരു കോൺഫിഡൻസ് ടൂൾ കിറ്റ് എന്ന് വിളിക്കാം. ആത്മവിശ്വാസം വളർത്താനുള്ള ചില കിടിലൻ വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലുറപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം പ്രവർത്തിക്കുക, ആത്മവിശ്വാസം പിന്നാലെ വരും. കാത്തിരിക്കുന്നതിലല്ല, പ്രവർത്തിക്കുന്നതിലാണ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. ഇതൊരു വലിയ ചിന്താപരമായ മാറ്റം തന്നെയാണ്. 70%. എന്തായിരിക്കും ഈ നമ്പർ, അല്ലേ? ഇത് നമ്മുടെ ആത്മവിശ്വാസം വളർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട നിയമത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതാണ് അപൂർണമായ പ്രവർത്തന നിയമം. അതായത്, ഒരു കാര്യം തുടങ്ങാൻ നിങ്ങൾ 100% റെഡിയാകുന്നത് വരെ കാത്തിരിക്കരുത്. ഒരു 70% തയ്യാറാണെന്ന് തോന്നിയാൽ മതി, അങ്ങ് തുടങ്ങുക. ഓർക്കുക, പ്രോഗ്രസ് ആണ് പ്രധാനം, പെർഫെക്ഷൻ അല്ല. ഇതാ നിങ്ങൾക്കൊരു 5 സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ. 1. എല്ലാ ദിവസവും നിങ്ങളെ ലേശം പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുക. 2. നിങ്ങളുടെ കുഞ്ഞു വിജയങ്ങൾ പോലും ഒരു കോൺഫിഡൻസ് ജേർണലിൽ എഴുതിവെക്കണം. 3. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 70% റൂൾ ഉപയോഗിക്കുക. 4. ആഴ്ചയുടെ അവസാനം റിസൾട്ട് എന്ത് തന്നെ ആയാലും നിങ്ങൾ പരിശ്രമിച്ചതിന് സ്വയം ഒന്ന് അഭിനന്ദിക്കുക. അവസാനമായി 5ാമത്തേത്, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ ഒരു സുഹൃത്തിനെയോ മെന്ററെയോ കണ്ടെത്തുക. ഈ 5 കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് അതൊരു പവർഫുൾ ശീലമായി മാറുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ പുതിയ ചിന്താഗതിയൊക്കെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. ഇതാ നിങ്ങളുടെ ആദ്യത്തെ ധീരമായ ചുവടുവെപ്പ്. ഇവിടെയാണ് നമ്മുടെ ചിന്താഗതി മൊത്തത്തിൽ മാറുന്നത്. നമ്മുടെ പഴയ ചിന്ത എന്തായിരുന്നു? ആത്മവിശ്വാസം വരട്ടെ എന്നിട്ട് ചെയ്യാം എന്നായിരുന്നു. എന്നാൽ പുതിയ ചിന്ത പറയുന്നത്, ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ആത്മവിശ്വാസം വരും എന്നാണ്. അതുപോലെ വിജയത്തിലല്ല കാര്യം, നിങ്ങൾ കാണിക്കുന്ന ആ ധൈര്യത്തിലും പരിശ്രമത്തിലുമാണ്. ശരിയായ സമയത്തിനു വേണ്ടി കാത്തിരിക്കരുത്, ഇപ്പോൾ തന്നെ തുടങ്ങുക. അതുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം ഓർക്കുക: ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് അല്ല, അത് ഓരോ പ്രവൃത്തിയിലൂടെയും നമ്മൾ തിരഞ്ഞെടുത്ത് പണിതുയർത്തുന്നതാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്താനായി ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന ചെറിയ റിസ്ക് എന്താണ്? ഒരു പുതിയ കാര്യം പഠിക്കാനാണോ? അല്ലെങ്കിൽ ഇതുവരെ സംസാരിക്കാത്ത ഒരാളോട് സംസാരിക്കാനാണോ? അതോ നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെച്ചൊരു ജോലി തുടങ്ങാനാണോ? ഓർക്കുക, ഒരു ചെറിയ ചുവട് മതി തുടങ്ങാൻ. നിങ്ങളുടെ ആത്മവിശ്വാസം അത് നിങ്ങളുടെ മാത്രം നിർമ്മിതിയാണ്.